പഠിച്ചവരോട് പാട്ടിന്റെ സൗണ്ടിൽ കൊടുക്കണ രാവിലെ നമുക്ക് കേൾക്കണുള്ളതാണ് ഈ പാട്ട്. വേറെ പാട്ടൊന്നുമില്ല. വേറെ പാട്ട് കേൾക്കാം. ആ എന്താ അതിന് മോഹമാണ് സജന, എന്റെ ജീവനാണ് സജന. എന്താണ്ടായത്? പെണ്ണുകാരുടെ പേരുള്ള പാട്ട് മാത്രമല്ല, വേറെന്തെങ്കിലും ഉള്ള പുത്തൻപാട്ടിട്ടേക്കാ. ആ എന്നാ പുത്തൻപാട്ടിട്. ഞാൻ വിളിച്ചോ. കൊലവരി കൊലവരി എന്ന് കേട്ടപ്പോഴാണ് കലവറയുടെ കാര്യമല്ലേ. ആ ഹസൻ കുഞ്ഞ് വന്നാ ബിരിയാണി റെഡിയായ ആളുകളൊക്കെ ഇപ്പൊ തന്നെ തൊട്ടാ. അവരെപ്പോഴേ വന്ന് ബിരിയാണി ചെമ്പ ഇറക്കാറായിരുന്നു. എടാ കേക്ക് എന്താണ് പറഞ്ഞോ, ഞാൻ കേട്ടിട്ടുണ്ട്. എടാ ആ തോമസ് കേക്ക് കൊണ്ടുവന്നാണ്. ഓനെ കണ്ടില്ലിക്ക, ആദ്യം പറഞ്ഞിട്ട്. ആ പിറന്നാൾ കേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എവിടെ വെക്കണ? ആ മേശപ്പുറത്തേക്ക് വെച്ചേക്ക്. നീ ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വന്നേ നിന്റെ മയ്യത്തടക്കാൻ. കത്താതെ കേക്കിന്റെ പെട്ടിക്ക് പകരം തേക്കിന്റെ പെട്ടി തീർക്കേണ്ടി വന്നാനെ. ഇക്ക കാശ് കിട്ടിയാൽ ഞാനങ്ങ് പോയേനെ. ആ അത് ഞാനങ്ങോട്ട് എത്തിച്ചോളാം. പിന്നെ ഉച്ചക്ക് ഇങ്ങ് പോരെ, ഒരു ബിരിയാണി കഴിക്കാം. എന്താ ശരിക്ക? എടാ ഇബ്ലീസ, അവിടെ അലങ്കരിച്ചത് മതി. ഇനി ആ ബലൂൺ എടുത്ത് ഈ തുണി കെട്ടിക്കോളി. അല്ല ഇതാരാ? അയൽപക്കക്കാരൊക്കെ ഇപ്പൊ വന്നാ മതി. പൗലോസേ അല്ല കാതറെ, ഞാനന്ന് ആശുപത്രി വരെ പോയി. ആ രണ്ടാമത്തവന് വല്ലാത്ത പയ്യ. അതെ എവിടെ പിറന്നാള് കഴിഞ്ഞു. ഉടുപ്പും പൗഡറും കൺമഷിയും അവളെ മൊഞ്ചത്തിയാക്കി അകത്ത്. ഈ ബഹളം കണ്ട് പിറന്നാളുകാരി കഴിയാതിരുന്നാ മതി. ഓളകത്തേക്കില്ലേ? അതെ പിറന്നാളുകാരുടെ വാപ്പയോടെ പോയി. മുന്നീറ് ആ കുരുടനെ നോക്കി എനിക്കിരിക്കാൻ പറ്റോ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഒന്നോർത്താ ഇവിടെ ഇല്ലാതിരിക്കുന്നതാ ഒരു ചേര്. നമുക്കങ്ങോട്ട് കാര്യങ്ങൾ ഭംഗിയെ നടത്താലോ. കാതറെ, അത് മാത്രം നീ പറയരുത്. നീ കുട്ടിയുടെ മാമയാണ്, നിനക്ക് കാര്യങ്ങൾ നോക്കാം നടത്താം. പക്ഷേ മുനീറിനെ കുരുടാന്ന് പറഞ്ഞ് നീ ആക്ഷേപിക്കരുത്. നിന്റെ ബീവിക്ക് ദീനം അത്യന്തായപ്പോ അവരെ ആശുപത്രിയിലാക്കി മരുന്ന് മേടിച്ചു കൊടുത്ത് ആ വിവരം തന്നോട് പറയാൻ വണ്ടിയിൽ വരുമ്പോഴാ അവൻ അപകടം പറ്റിയത്. ആ പള്ളി വളവിലിട്ട് ആറിഞ്ഞു നടക്കണം അവനറിയില്ലായിരുന്നു. പാപം ആ അപകടത്തില് റോഡിൽ നിന്ന് തിളച്ച ടാറ് വീണിട്ട് അവന്റെ രണ്ട് കണ്ണും പോയി. അന്ന് അവനവന്റെ കണ്ണു പോയെങ്കിലും നിനക്ക് നിന്റെ ബീവിയെ തിരിച്ചു കിട്ടി. ആ നിലയ്ക്ക് അവൻ നിനക്ക് കുരുടനല്ല, ദൈവമാ. ദൈവം അത് മറക്കണ്ട. ആ കാഴ്ച തിരിച്ചിട്ട് ഞാനൊന്നും ചെയ്തില്ലാന്നാണ് നീ പറയണത്. എത്ര ആശുപത്രി കൊണ്ടുപോയി, എന്തോരം പൈസ ചെലവാക്കി. നിന്റെ പൈസയുടെ കണക്ക് പടത്തേക്കാളും വലിയ ബന്ധങ്ങളുടെ മനുഷ്യ ജീവിതത്തിൽ നിനക്കത് അറിയണമെങ്കിൽ നിന്റെ വേണ്ട ഓട്ടെ പൗലോസേട്ടാ. ഈ കുരുടനില്ലെങ്കിലും കാര്യങ്ങൾ ഭംഗിയെ നടക്കണ്ടല്ല. എന്റെ നെഞ്ചിലെ നെരിപ്പൊടില് എന്നും തീയണം. എന്റെ മോളെ പുറന്നാളിന്റെ അന്ന് വരെ ഒന്ന് കോരിയെടുക്കാനോ ഒന്ന് മുത്താനോ എനിക്ക് കഴിയില്ലല്ലോ. മുന്നിൽ അവളെ ഒന്ന് കുളിപ്പിക്കാനോ നല്ലൊരു കുപ്പായി ഇടിക്കാനോ എനിക്ക് കഴിയില്ലല്ലോ. അവളുടെ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റില്ല. അത് അവള് കറുത്തതോ വെളുത്തതോ എന്നെനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. പിന്നെ തൊട്ടിയിൽ കിടക്കുന്ന പ്രായമാണെന്ന് ഓർത്ത് ഈ കുരുടനൊരു താരാട്ടുപാട്ട് പാടാൻ അല്ലേ അല്ലേ പൗലോസേട്ടാ? ആര് പറഞ്ഞറിയില്ല. ദേ നോക്കി, നിന്റെ മോള് അവളുടെ ഉമ്മയെപ്പോലെ സുന്ദരിയാ, വെളുത്തതാ. കേട്ട മനുഷ്യ, നമ്മുടെ മോള് നിന്നെ പോലെയാണ്, മുൻചെത്തിയാണ്. സത്യമാണോ? സത്യം. ആ മതി 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 മതി, കേക്ക് മുറിക്കാം.
എന്നാൽ ഈ ഒരു പെർഫോമൻസോടെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനെയും നമ്മളെയും എല്ലാവരെയും ഒരുപോലെ അറിയിച്ചിരിക്കുകയാണ്. അത്രയും ടച്ചിങ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ നമുക്കായി തന്നത്. ഒരു കാര്യം വെച്ചോടെ മാൻ ബിഹൈൻഡ് ഈ ഒരു ടീം കൊണ്ടുവന്നതാരാ? ടീം നമ്മുടെ ഒരു എല്ലാവരുടെ ഒരു ചർച്ചയിൽ വന്നതാണ്. ഒരു അമ്മന്റെ സംഭവിച്ചത് വളരെ നന്നായിരുന്നു. ആൻഡ് സാലിക്ക് അസലായിരുന്നു കേട്ടോ. ശരിക്കും എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നോ? ഇങ്ങനെ ഒരു ടീം സാലിക്ക് തന്നെ ചെയ്യാം മെയിൻ ക്യാരക്ടർ ആയിട്ട് എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നോ? ഹോംവർക്ക് ഇങ്ങനെ പാടി നോക്കി പാടി സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതാണ്, ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് കൂടുതലായിട്ടുള്ള ചർച്ചസിനടുത്ത് ചോദിക്കാം. എല്ലാവരും നന്നായിട്ട് ഗ്രൂപ്പ് വർക്ക് ചെയ്തു, നന്നായിട്ടായിരുന്നു. വെരി ടച്ചിങ്, വെരി ഇമോഷണൽ. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. നടക്കുമ്പോൾ രജനിയുടെ കണ്ണുകളും പറയുന്നത് കണ്ടിരുന്നു. മാം, ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഗ്രീൻ നല്ല ഒരു ഗ്രീനിങ് പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളുടെ ഓപ്പണിംഗ് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് റിയാസ് ഫാദർ ഇൻ ലോ അല്ലേ ഇതിനകത്ത് ഭയങ്കര ഒരു എന്താ പറയാ വില്ലനായിട്ട് തകർക്കാണ്. പക്ഷേ നല്ലൊരു ആദ്യം വരെ എൻഡ് വരെ നിങ്ങൾ ആ ഗ്രീനിങ് പെർഫോമൻസ് ചെയ്തിരുന്നു. സോ ഇവിടെ എനിക്ക് വളരെ സങ്കടമായിരുന്നു. ആൻഡ് സാറെ എന്താ പറയാ, ആക്ടർ ബെസ്റ്റ് ആക്ടർ. താങ്ക് യു. ശരിക്കും
ഇപ്പോ ഇത് പത്രുമാളാണോ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ ആണോ എനിക്ക് ഇപ്പോൾ സംശയം തോന്നി. ഓക്കെ, ബിക്കോസ് ഒരു പടത്തിൽ ഐ തിങ്ക് കളഭവൻ മണി ഒരു പടത്തിൽ കണ്ണ് കാണുന്നത് പോലെ ആക്ട് ചെയ്തു. അതേപോലെ വിക്രം ഒരു പടത്തിലും ചെയ്തിരുന്നു. ആ സെയിം പടം തന്നെ തമിഴിൽ അവർ റീമേക്ക് ചെയ്തു. സോ എനിക്ക് സാലെ അവിടെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ആ പടം തന്നെ എനിക്ക് ഓർമ്മ വന്നത്. ആൻഡ് സാലെ ആദ്യം തൊട്ട് എൻഡ് വരെ ആ സാഡ്നെസ് ആ സോങ്ങിൽ ഉണ്ടായിരുന്നു. നല്ല ഫീൽ ചെയ്ത് പാടി അതുപോലെ ആക്ട് ചെയ്ത് എല്ലാവരും ആ ബർത്ത്ഡേ പാർട്ടി, ശരിക്കും ആ ബർത്ത്ഡേ പാർട്ടിയിൽ ഇങ്ങനെ ഒരു ഗ്രീനിങ് പെർഫോമൻസ് കൊടുക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും വിഷമം തോന്നി. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു നിങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം ആൻഡ് താങ്ക് യു ജഡ്ജസ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്ര മനോഹരമായ പെർഫോമൻസുകൾ നിങ്ങൾ തന്നു കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇനി വരുന്ന റൗണ്ടുകളിൽ എന്തായിരിക്കും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എല്ലാവരും മനസ്സിൽ വെക്കുക. ആൻഡ് റിയാസ്ക ഇതുപോലെ തന്നെ ഒരുപാട് പെർഫോമൻസുകളുമായി വീണ്ടും എത്താൻ ഓൾ ദി ബെസ്റ്റ്.